Habibi, welcome to Dubai. സന്തോഷമായിരുന്നോ സങ്കടമായിരുന്നോ എന്നറിയത്തില്ല. മനസ്സിന് വല്ലാത്തൊരു ഹെവി ഫീൽ ആയിരുന്നു പാക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ. ഒരുമിച്ച് കൈപിടിച്ചുള്ള പ്രാർത്ഥനയും കഴിഞ്ഞ് അച്ഛൻ്റെ ആ ഡയലോഗും കൂടെ കേട്ടപ്പോഴത്തേക്ക് ഞാനങ്ങ് ഉഷാറായി. നമ്മൾ എല്ലാവരോടും വീട്ടിലേക്ക് അതുപോലെ തന്നെ എയർപോർട്ടിൽ വന്ന് യാത്ര അയക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ജോൺ എന്തായാലും ചേച്ചി ഞാൻ എയർപോർട്ടിൽ വന്ന് കണ്ട ഒരു സർപ്രൈസ് പറഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. ആ സർപ്രൈസ് എന്താണെന്ന് അറിയണ്ടേ? ഗ്ലോബൽ ക്രൗൺ എക്സ്പോ 2025 ഓഗസ്റ്റ് 16 ലൊക്കേഷൻ വരുന്നത് ICC വെയിൽസിലാണ്. ഈ പ്ലേ ഞാൻ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണേ. ലവിക്കുട്ടിനും ഞങ്ങൾ ഇനി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ഇവരെ ആയിരിക്കും കേട്ടോ. അതിനും ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. അതെന്താന്നുള്ളത് ഒരു സീക്രട്ട് ആയിട്ടിരിക്കട്ടെ. അച്ചു ആദ്യമായിട്ടാണ് അച്ഛൻ്റെ ഫോണിൽ ഒരു ഫോട്ടോയോ വീഡിയോ എടുക്കുന്നത് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. ചെക്ക് ഇൻ ചെയ്യാൻ നേരത്തെ ഓടി വന്ന ഒരാൾ പറയുന്നുണ്ട് ഞാൻ ലവിക്കുട്ടന്റെ ഫാനാണെന്ന്. ആ ആളാണ് കേട്ടോ ഈ ആൾ. ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പേ ജിതിന്റെയും ജിഷയുടെയും വീഡിയോ കോൾ ഉണ്ടായിരുന്നു. അവരുടെ ഫേസ് കാണുമ്പോഴേ അറിയാം എത്രമാത്രം വിഷമമുണ്ടെന്ന്. കാരണം അവർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എയർപോർട്ടിലേക്ക് വന്ന് ഞങ്ങളെ യാത്ര അയക്കുന്നത്. ഞങ്ങളാണ് പറഞ്ഞത് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ടയർഡ് ആയതുകൊണ്ട് വരണ്ടാന്ന്. ഫ്ലൈറ്റിൽ കയറിയതും ഫുഡ് ഓർഡർ ചെയ്തും ഞാനും ലവിക്കുട്ടും അച്ചും ഫ്ലാറ്റ് ഔട്ട്. പിന്നെ ഞങ്ങൾ കണ്ണ് തുറക്കും ദുബായിൽ എത്തിയിട്ടാണ് കേട്ടോ. ഫ്ലൈറ്റിൽ നിന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒടുക്കത്തെ വിശപ്പായിരുന്നു. എങ്ങനെയും ഇമിഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം നേരെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിക്കണം എന്നായിരുന്നു കേട്ടോ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചത്. അങ്ങനെ ലവിക്കുട്ടനും ഞങ്ങളൊക്കെ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇമിഗ്രേഷൻ കഴിഞ്ഞ് അവിടുന്ന് ഒരു ദുബായ് സിം കാർഡും കിട്ടി. എല്ലാ പരിപാടിക്ക് ശേഷം രാവിലെ നമ്മൾ പുറത്തിറങ്ങുന്നത് 9 മണിക്കാണ്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ കുറച്ച് നേരമായിട്ട് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ നമ്മൾ റൂമിലേക്ക് പോവാണ്. ആദ്യം നമ്മൾ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്തത് ബിസിനസ് ബേയിലാണ്. അവിടെ നമ്മൾ കരുതി വെച്ച 2 നഴ്സറിയിലും എമിറേറ്റ്സ് ഐഡി ഇല്ലാതെ അഡ്മിഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ നമ്മൾ ജദഫ്ലേക്കാണ് മാറിയത്. ഇവിടെ പെട്ടെന്നാണ് റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തത്. അങ്ങനെ ഇവിടുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള നഴ്സറിയിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അവിടെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പാസ്പോർട്ട് കോപ്പിയും ബർത്ത് സർട്ടിഫിക്കറ്റും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും സബ്മിറ്റ് ചെയ്താൽ മതിയായിരുന്നു. നെക്സ്റ്റ് ഡേ തൊട്ട് ലവിക്കുണ്ടെ നഴ്സറി വിടാനും പറഞ്ഞു. 9:30 to 1 o'clock മൺഡേ ടു ഫ്രൈഡേ. അവിടുന്ന് യൂണിഫോം എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് ഉള്ള ഗ്രീൻലാൻഡ് വന്ന് ഞങ്ങളുടെ ഫേവറേറ്റ് ബിരിയാണി അടിച്ച് ചായയും കുടിച്ചു ഗൈസ്. അപ്പോൾ ഫ്രഷ് ആയിട്ട് നാളെ കാണാൻ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്.